നിരീശ്വരവാദം, ദൈവമില്ല അല്ലെങ്കിൽ ഈശ്വരനില്ല, ഇങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ വളരെയധികം ക്ലോസ് ആയിട്ട് അവരെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാണ് അവരിത് പറയുന്നതെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. എന്താണ് ഇവര് ഈ സമൂഹത്തിന് വേണ്ടി ആ ഒരു രീതിയിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ നമ്മളെ കുറിച്ച് ഇപ്പൊ ദൈവമുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് എന്ന് എന്നെ പോലുള്ള ആൾക്കാർ പുറത്തു പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇവിടെ എല്ലാ മഹാന്മാരും എല്ലാ ഗുരുക്കന്മാരും സാമൂഹികപരമായിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ചിന്തിക്കണം, പ്രശ്നങ്ങളും ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നതിനെ കുറിച്ച് പല ദൈവങ്ങളും പല ഇപ്പൊ അതിനെ ദൈവം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട പല ക്യാരക്ടറും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കൊരു അനുഭവം പറയാനായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായി. ഇതുപോലെ പരാജയങ്ങളും പല പ്രശ്നങ്ങളും വന്നപ്പോൾ അവർ ഇങ്ങനെ നേരിട്ടു. അതാണല്ലോ ഗീതയിൽ പറയുന്നത്. ഇപ്പോ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുള്ളതും ആ ഒരു മഹാഭാരതത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചാൽ നമുക്കൊരു മാനേജ്മെന്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബിസിനസ് ചെയ്യാനാവുമ്പോഴായാലും ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടായാലും ഒരു കുടുംബം എങ്ങനെ റൺ ചെയ്യണം, എങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, എത്ര ഇന്റലിജന്റ് ആയിട്ട് പ്രശ്നങ്ങളെ നേരിടണം എന്നൊക്കെയുള്ള പറയുന്നുണ്ട്. ഈ നിരീശ്വരവാദം പറയുന്ന ആൾക്കാർ ദൈവമില്ല, ഓക്കെ, നമ്മളത് അംഗീകരിച്ചു, ദൈവമില്ല. പക്ഷെ ഈ നിരീശ്വരവാദം ഒരു മനുഷ്യനിലേക്ക് കൊടുക്കുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് ഞാൻ അനലൈസ് ചെയ്യും. ഇതിന്റെ പിന്നിൽ എന്താണ് ഇവരുടെ ഒരു ലാഭം എന്ന് നോക്കുമ്പോൾ സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ നിരീശ്വരവാദമോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ദൈവമില്ല എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ് ഒരാളെ മനസ്സിലാക്കി വരുമ്പോ ആ വ്യക്തിയിൽ അക്രമ വാസനകൾ ഉണ്ടാവുക, ആളെ ഭരിക്കാൻ ആരുമില്ല, ആള് തന്നെയാണ് ദൈവം, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ തീരുമാനിക്കും, നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നു, നിങ്ങളെക്കാളും വലിയൊരു സബ്ജക്റ്റ് ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റല്ലേ, ഒരു വാദമല്ലേ അത്. അപ്പൊ നിങ്ങളും ചെയ്യുന്നത് ഒരു അന്ധവിശ്വാസത്തെ, അതിനൊരു പ്രൂഫൊന്നുമില്ല. അപ്പൊ ദൈവം ഉണ്ടോ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് പ്രൂഫ് ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോ ദൈവം ഇല്ല എന്ന് പറയുന്നതിന് ഒരു പ്രൂഫ് ഇല്ല. അതും ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പറയുന്ന മേട്ടറല്ല. ഇതുകൊണ്ട് അവർ സമൂഹത്തിന് എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടക്കുമ്പോ ആ വ്യക്തിക്ക് എന്ത് തരത്തിലാണ് ഗുണങ്ങൾ ഉണ്ടാവുന്നത്? നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടണ്ട, നിങ്ങൾ ഒന്നും അനുസരിക്കണ്ട, ഒരു അനുസരണയില്ലാത്ത, ഒരു മൂല്യബോധമില്ലാത്ത, അക്രമവാസന ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ എന്നെ ആരും ഇനി ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ദൈവികമായിട്ട് നമ്മൾ പറയുമ്പോ തന്നെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് വരും, നിങ്ങളെ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ കുടുംബത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് പറയുന്നു. അത് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടോ, ആൾക്കാർ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ് റിസൾട്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശം എന്താണ്? സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ എന്തിട്ട കാര്യമുള്ളത്? ഇതൊന്നും നിങ്ങളെ കള്ളും കഞ്ചാവും എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങളൊരു മൃഗമാണ്, ഒരു മൃഗത്തെ പോലെ തന്നെയാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് ഇതിന്റെ പിന്നിൽ വന്ന് നിൽക്കണേ. അപ്പൊ ആ ഒരു രീതിയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതുമായി മുന്നോട്ട് പോവാത്തത്. പിന്നെ ഇപ്പൊ ഒരു ദൈവീകപരമായി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലാഭമാണോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം, ദൈവം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണല്ലോ പറയണം. അപ്പൊ ദൈവം ഇല്ല എന്ന് പറയുന്നത് ശരിയായ വിശ്വാസമാണ് എന്ന് എനിക്ക് തോന്നില്ല, അതും ഒരു അന്ധവിശ്വാസമാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നതും ഒരു അന്ധവിശ്വാസമാണ്. ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രൂഫ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും എന്തിലേക്ക് മാറിയാൽ മതി? അതിലേക്ക് മാറിയാൽ മതി. ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളോ നല്ല അന്നദാനങ്ങളോ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആൾക്കാർ പലപ്പോഴും പറയുന്നത് ഈ ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, കുറെ പേരെ കൊന്നിട്ടുണ്ട്, കാര്യമുണ്ട്. ഞാൻ പറയണത് അത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ടല്ല. അത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയാണോ പ്രിയോറിറ്റി വരുന്നത്, അത് ദൈവവിശ്വാസം ഉണ്ടോ ദൈവവിശ്വാസം ഇല്ലേ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല. അവരെ സംബന്ധിച്ച് അവരുടെ സ്വഭാവമാണ് എന്തിന്റെ മുകളിൽ അവർക്ക് ചെന്ന് അവരുടെ ആധിപത്യം കാണിക്കുക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഒരു ദൈവമില്ല എന്ന് പറയുന്നതിന് അതൊന്നും ഒരു തെളിവല്ല. നമ്മൾ ഇവിടെ ദൈവം ഉണ്ട് എന്നുള്ളതല്ല, ഒരു എനർജി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും സംസാരിച്ചുള്ള ഒരു എനർജിയെ കുറിച്ചും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, എന്തൊക്കെ നന്മകൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യാറുള്ളൂ. എന്റെ പോയിന്റ് ഓഫ് വ്യൂ അതാണ്. അല്ലാതെ ദൈവമുണ്ട് എന്നെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്ത് എന്റെ പ്രശ്നം തീർക്കുന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കാറില്ല. നമ്മൾ തന്നെയാണ് അതിനുവേണ്ടി ഇഫേർട്ട് ഉണ്ട്. പക്ഷെ എന്തോ ഒരു നിമിത്തം നമ്മളുടെ കൈകളിൽ ഒന്നും നിൽക്കാത്ത എന്തോ ഒരു ബ്ലെസ്സിങ്, എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും പ്രശ്നമില്ല. ഞാനത് വിഷ്ണുമായ സ്വാമി എന്നിട്ട് വിളിക്കുന്നു.
അപ്പൊ നിരീശ്വരവാദം ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുക, നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം കിട്ടുന്നുണ്ടോ? എന്തിനാണ് നിങ്ങൾ ഇത് മറ്റുള്ളവരോട് പറയുന്നത്? നിങ്ങൾക്ക് വല്ല ഒരു ഫണ്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ കുറെ സാമ്പത്തികം കിട്ടാനുള്ള മാർഗങ്ങളുണ്ടോ? അപ്പൊ ഞങ്ങള് ഈ ദൈവീകപരമായിട്ട് ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടുന്നു, സമ്പത്ത് കിട്ടുന്നു, ഞങ്ങൾ അത് വെച്ച് ആൾക്കാരെ ചൂഷണം ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളും ഒരു ചൂഷണമാണോ? നമുക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മളിങ്ങനെ ചൂഷണം ചെയ്യുന്നു, നിങ്ങൾ പറയുന്നു, നിങ്ങൾ ചൂഷണം ചെയ്യുന്നു, ഞങ്ങളും പറയുന്നു. അതിൽ കാര്യമില്ലൂടെ. സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അത് ദൈവീക നാമത്തിൽ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചോ എന്റെ കുടുംബത്തിനെ സംബന്ധിച്ചോ ഒരു സന്തോഷം തരുന്നു. അത് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. സമൂഹത്തിന് നല്ലതാവണം എന്ന് മാത്രമേ ഉള്ളൂ അതില്. അപ്പോ എല്ലാവരും വിജയിക്കട്ടെ.